വഖഫ് ഭേദഗതി ലോക്സഭ പാസാക്കിയ പശ്ചാത്തലത്തിൽ ഫാദർ ബിബിൻ മഠത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ശ്രദ്ധ നേടുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക്: വഖഫ് ഭേദഗതി ഇന്ന് ലോക്സഭ പാസാക്കി. അതിന് പിന്തുണ നൽകിയ ബിജെപിക്കും സഖ്യകക്ഷികൾക്കും നന്ദി. മുനമ്പങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്നും തീർത്തും മതേതര വിരുദ്ധമായ വഖഫ് നിയമത്തിന്റെ പേരിൽ ഇതുവരെ നടന്ന അതിക്രമങ്ങൾക്ക് ഒരു ഉത്തരമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇനി ഈ ഭേദഗതിയെ പൂർണ്ണമായും എതിർത്ത കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഉൾപ്പെടെയുള്ള പാർട്ടികളോടും കടപ്പാടുണ്ട്. മതേതരത്വത്തെ എങ്ങനെ വ്യഭിചരിക്കാമെന്ന് ഓരോ തവണയും നിങ്ങളാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 2013 ഉൾപ്പെടെ പലപ്പോഴായി നിങ്ങൾ തന്നെ അധികാരത്തിലിരുന്നപ്പോൾ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ നിങ്ങൾ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയും തൽഫലമായി ഉണ്ടായ സമാധാനക്കേടുകളും ഞങ്ങളും കണ്ടതാണ്. അന്ന് നിങ്ങൾക്ക് തോന്നാതിരുന്ന മതേതരത്വ ചിന്തകൾ ഇന്ന് നിങ്ങൾ പൊക്കിക്കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് തോന്നേണ്ടത് എന്നുകൂടി പറഞ്ഞു തരണം. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളാണത്രേ നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ഏത് ന്യൂനപക്ഷങ്ങളുടെ? കോൺഗ്രസുകാർ അവസാനമായി കേരളത്തിൽ അധികാരത്തിലിരുന്നപ്പോഴും ഇതുപോലെ ഇരുചെവി അറിയാതെ ഉണ്ടാക്കിയെടുത്ത അവകാശമായിരുന്നു 80-20 എന്ന കാര്യം ഞാൻ വെറുതെ ഓർത്തുപോകുകയാണ്. അങ്ങനെ ഇരുചെവി അറിയാതെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പെരുമ്പറ കൊട്ടി അവയൊക്കെ വീണ്ടും തിരുത്തേണ്ടി വരുന്നത്. ഇനി ഈ അവസരത്തിൽ ചർച്ച് ബില്ലും മണിപ്പൂരും വടക്കേന്ത്യയുമൊക്കെ ഓർമ്മിപ്പിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ചിലരുണ്ട്. അവരോടുകൂടി 2 വാക്ക്. ചർച്ച് ബില്ലിലെ പുലി ഇപ്പോഴും കടലാസിലാണ്. കവലയിൽ ഓടി നടക്കുന്ന നരഭോജി കടുവയെ ഇപ്പോൾ പിടിക്കട്ടെ, കടലാസിലെ പുലിയെ പിന്നെ പിടിക്കാം. പിന്നെ മണിപ്പൂരിൽ നടന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അതിൽ നിങ്ങൾക്കൊന്നും ഒരു ദുഃഖവുമില്ല എന്നും നിങ്ങൾ ഇതൊക്കെ പറയുന്നതിന്റെ പിന്നിൽ നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും ഞങ്ങൾക്കറിയാം. മണിപ്പൂരും വടക്കേ ഇന്ത്യയും പറഞ്ഞാൽ മുനമ്പം ഞങ്ങൾ മറക്കണമായിരിക്കും. ഒരു കാര്യം പറഞ്ഞു തരാം. ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി ഘോരഘോരം വിപ്ലവകാവ്യങ്ങൾ എഴുതുന്നവരും പാവപ്പെട്ടവനോടൊപ്പം എന്ന മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നവരുമൊക്കെ മുനമ്പത്ത് എവിടെയായിരുന്നു എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അത് മറക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചോളാം. വന്ദേ മാതരം എന്ന വാക്കുകളോടെയാണ് ഫാദർ ബിബിൻ മഠത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്.